ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. കാലുകളില്ലാതെ ജനിക്കുകയും ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തവളാണ് ജെൻ. അവളെ അവിടെ ഉപേക്ഷിച്ചത് നന്നായി എന്നാണ് അവൾ പറയുന്നത്. ഒത്തിരി ആളുകൾ അവളിലേക്ക് ഒഴുകിയെത്തി. ഒരു കുടുംബം അവളെ ദത്തെടുത്തു. ആ കുടുംബം അവളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, നീ ഇങ്ങനെ ജനിച്ചത് ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതവൾക്ക് വലിയ പ്രോത്സാഹനമായി. എനിക്ക് കഴിയില്ല എന്നുള്ളതായ ഒരു ചിന്ത അവളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ അത് ഉപകരിച്ചു. അവൾക്കെപ്പോഴും ആ കുടുംബം ഇങ്ങനെ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൾ പഠിച്ച് മിടുക്കിയായി ഒരു പ്രഗത്ഭയായ അക്രോബാറ്റും വ്യോമാഭ്യാസിയുമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. കഴിവില്ലാത്തവരോ യോഗ്യതയില്ലാത്തവരോ ആയി ആരും തന്നെ ഇല്ല എന്നും, ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ തന്നെ അവരുടെ സഹായത്തിനായി ദൈവം എപ്പോഴും കൂടെയുണ്ടാകും എന്നും വചനം നമ്മളോട് പറയുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ തക്കവണ്ണമായിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുത്ത് അവനെ അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന്. ദൈവം അവനോട് ചോദിക്കുകയാണ്, വായി തന്നത് ആരാണ്? അല്ല, ഊമനെയും ചെകിടിനെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്? കാഴ്ചയുള്ളവനെയും കുരുടനെയും സൃഷ്ടിച്ചത് ആരാണ്? ഞാനല്ലേ? അതുകൊണ്ട് നീ ചെല്ല്. മോശ വീണ്ടും ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, എങ്കിൽ അഹരോനെയും കൂടെ നിന്റെ കൂടെ കൂട്ടിക്കൊള്ളുക, അവൻ നിനക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളും എന്ന്. കർത്താവിൽ സ്നേഹമുള്ളവരെ, മോശയെ പോലെ, അഹരോനെ പോലെ, ജെന്നിനെ പോലെ ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമുഖത്തിൽ ആയിരിക്കുന്നതിന് ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരിക്കും. ആ പദ്ധതിയെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളാൽ കഴിയുന്നത് പോലെ, നമ്മുടെ കഴിവ് എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ യോഗ്യത എന്തുമായിക്കൊള്ളട്ടെ, നമ്മളാൽ കഴിയുന്നത് പോലെ ഈ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒക്കെ പരിശ്രമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളാൽ കഴിയുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എത്ര കുറവുള്ളവനാണെങ്കിലും ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ആ കുറവെല്ലാം പരിഹരിക്കുവാനായിട്ട് നമുക്കും സാധിക്കും. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.